എല്ലാവർക്കും ദി മൈഗ്രൻ്റ് വോയിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നേക്കുന്നത് നെക്സോൺ 45-ൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ടാണ്. രഞ്ജിത്തിൻ്റെ ആണ് ഈ വണ്ടി. അദ്ദേഹം നേരത്തെ ഉപയോഗിച്ചിരുന്നത് ടിയാഗോ ആയിരുന്നു. ടിയാഗോ ഏകദേശം 86,000 കിലോമീറ്ററോളം ഓടിച്ചു. അതിൻ്റെ ഗുണഫലമെല്ലാം മനസ്സിലാക്കി ലാഭക്കണ്ണോടുകൂടി അദ്ദേഹം അടുത്ത വണ്ടി എടുത്താണ് നെക്സോണിൻ്റെ 45. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും ഇതിലെടുക്കാണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കാം. പിന്നെ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം വന്നത്, ഇത് ഇൻട്രോ എടുക്കാണ്ട് വിട്ടുപോയി. അതുകൊണ്ട് ഷൂട്ടിങ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ രഞ്ജിത്ത് ബ്രോ എന്താണ് പറയണ്ടേ? എനിക്ക് തോന്നുന്നു ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഇൻട്രോ രാത്രിയിൽ ഷൂട്ട് ചെയ്യുന്നത് നമ്മളായിരിക്കും. തീർച്ചയായും. ഞാൻ അതിലെ ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഫസ്റ്റ് ടൈം എങ്ങനെ ചെയ്തതാണെന്നുണ്ടെങ്കിൽ ആ കിരീടം എൻ്റെ തലയിൽ ഇരുന്നോട്ടെ. അതെ അതെ അതെ. അപ്പൊ ശരി, കാണാം. രഞ്ജിത്ത് ബ്രോ, നിങ്ങൾ ടിയാഗോ എന്ന് ഇങ്ങോട്ടുള്ള വരവ്, അതിനെക്കുറിച്ച് എന്താണ് പറയാൻ? ടിയാഗോയിൽ നിന്ന് എങ്ങോട്ടുള്ള വരവ്? നെക്സോൺ 45-ലോട്ടുള്ള വരവ്. ഞാനത് ടിയാഗോയിൽ നിന്ന് എങ്ങോട്ടുള്ളവരാന്ന് ചോദിച്ചാൽ അത് തിരിച്ചു. പിന്നെ 96,000 അങ്ങാണ്ട് ഓടിയായിരുന്നു. അതുകൊണ്ട് 3 വർഷത്തിനടുത്ത് ഉപയോഗിച്ചു. അപ്പം EVയുടെ പോസിറ്റീവ് സൈഡുകളും നന്നായി ആ ഒരു 2.25 വർഷം കൊണ്ട് നമ്മളതിൻ്റെ അനുഭവിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി മറ്റൊരു വണ്ടി എടുക്കുമ്പം EVയിൽ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ടിയാഗോയുടെ ഇപ്പം അതിൻ്റെ ഒരു ഡ്രൈവിങ്ങും അതിൻ്റെ ഒരു കംഫർട്ടും കാര്യങ്ങളും ഇപ്പം നേരെ 45-ലോട്ട് വന്നപ്പോൾ നെക്സോൺ 45-ലോട്ട് വരുമ്പോഴത്തേക്കുള്ളതായിട്ട് കമ്പാരിസൺ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നല്ല വ്യത്യാസം ഉണ്ടാകുമല്ലോ. അതൊരു അല്പം കൂടി ചെറിയ വണ്ടിയാണ്. മാത്രമല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ അത് നമ്മൾ ഫസ്റ്റിൽ ആദ്യം ഇറങ്ങിയ ടിയാഗോ ആണല്ലോ. ഇപ്പം പുതിയത് ഇപ്പം വരുന്നതല്ലേ ഉള്ളൂ. അപ്പം അതിൻ്റേതായ ശൈശവദശയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അതിനുണ്ടാവുമായിരുന്നായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഇതിപ്പം നെക്സോൺ തന്നെ ഇതിൻ്റെ ഇനി പുതിയത് വരാൻ പോകുന്നു. എങ്കിൽ തന്നെ ഒത്തിരിയധികം പുതിയ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തുകൊണ്ടാണല്ലോ പുതിയ 45 വന്നത്. അപ്പോൾ അതിൻ്റേതായ ഫീച്ചർ സൈഡിലാണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും എല്ലാം അതിൻ്റേതായ മാറ്റങ്ങളുണ്ട്. എന്നാലും കമ്പാരിറ്റീവ്ലി രണ്ടും കൂടെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പം റേഞ്ച് അല്ല, അങ്ങനെ നോക്കാനാണെങ്കിൽ ഇപ്പം വീട്ടിൽ നിന്ന് 100% പോയാൽ എനിക്കിപ്പം മാഹി എന്താണ് പോകാനുള്ള ചാർജ് ഉണ്ടാവും ഇതിൽ. പിന്നെ അവിടുന്ന് ഒരു ചാർജും കൂടി ചെയ്ത് തിരിച്ച് വരാം. ഒറ്റ ചാർജ്, അതായത് മീൻസ് വീട്ടിൽ നിന്ന് ഫുള്ളിൽ പോയാൽ അവിടെ ചെന്ന് ഒരു എന്താണ് ഒരു 100% ചെയ്താൽ തിരിച്ച് വരാൻ പറ്റും. പക്ഷേ എന്നെ സംബന്ധിച്ച് കാരണം വെച്ചാൽ നമുക്ക് അവിടെ ചെന്ന് കഴിച്ച് പിന്നെ ചാർജിങ്ങിനുള്ള സമയമൊക്കെ വേണം. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അങ്ങോട്ടൊക്കെ പോകേണ്ടിയൊക്കെ വരുമെന്ന് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഈ 6-7 മണിക്കൂർ ഒറ്റ ഡ്രൈവും നമുക്ക് പറ്റത്തില്ലല്ലോ. സോ അപ്പം നമ്മൾ ഒരു ഇടയ്ക്ക് വെച്ച് അത്യാവശ്യം നമുക്ക് ചാർജ് ആയി കഴിയുമ്പോൾ മീൻസ് ഒരു 30 ആകുമ്പോഴത്തേക്കെങ്കിൽ പിന്നെ 100 അങ്ങ് ചെയ്തേക്കാം. അപ്പോൾ വലിയ സമയമൊന്നും പോകാനില്ല. കാരണം വെച്ചാൽ ഒരു 1 hour പോകും. 1 hour പോകുമ്പോഴത്തേക്ക് നമുക്ക് രാത്രി ആയതുകൊണ്ട് വേണേൽ കിടന്ന് ഉറങ്ങാം. പിന്നെ ഭക്ഷണം കഴിക്കണേ എന്തായാലും 1/2 മണിക്കൂർ മാറും. പിന്നുള്ള ഒരു 1/2 മണിക്കൂറല്ലേ ഉള്ളൂ. റെസ്റ്റ് എടുത്ത് അങ്ങനെ പോകും. അത് ഞാൻ അതുകൊണ്ട് ചാർജ് തീരാൻ കാത്തിരുന്നില്ല, അങ്ങനെ അങ്ങ് ചെയ്തു. പിന്നെ അവിടെ ചെന്നൊരു ചാർജ് ഉണ്ടായിരിക്കെ തന്നെ ഒരു 60 ഞാൻ പിന്നെ അവിടെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടണമായിരുന്നു. 60-50 അങ്ങാണ്ടും ആയിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സ്ലോ ചാർജ് 100 ചെയ്തു. അങ്ങനെ എങ്കിലും പിന്നെ ചെറിയ ചെറിയ ഓട്ടങ്ങളൊക്കെ ഓടി 85-88 ആയപ്പോഴാണ് അവിടെ നിന്ന് ഞാൻ പോരുന്നത്. അപ്പം അങ്ങനെ ഞാൻ എന്താണ് മാഹിയിൽ നിന്ന് നേരെ ഞാൻ പറഞ്ഞല്ലോ കൊട്ടിയൂരൊക്കെ പോകണമായിരുന്നു. കുറേ എന്താണ് എനിക്ക് വന്ന് അവിടെ നിന്ന് ഒരു 60 കിലോമീറ്റർ 62 കിലോമീറ്ററോളം ഉണ്ട്. ഇടയ്ക്ക് ഒരു സ്ഥലത്തും കൂടെ കയറിയാണ് പോയത്. പിന്നെ അവിടുന്ന് തിരിച്ചിറങ്ങുന്ന വരെ ഞാൻ വന്ന് കോഴിക്കോട് നിന്ന് ചെയ്യുന്നത്. കോഴിക്കോട് വരുമ്പോൾ എനിക്ക് വന്നൊരു 35-40% ചാർജ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ കോഴിക്കോട് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഹൈവേയിലാണ് പോരുന്നത്. മറ്റേതൊരു മലയോര ഹൈവേ, മറ്റേ പൊക്കവും കയറ്റമൊക്കെ ഉള്ളതുകൊണ്ട് ചുരം ഇറങ്ങിയാണ് വന്നത്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞല്ലോ കോഴിക്കോട് നിന്ന് 100 ആക്കിയില്ലേ, 88 85 അങ്ങാണ്ടും ആക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൊടുങ്ങല്ലൂരിൽ ഏതാണ്ട് അത്രയും 75 അത്രയും കണ്ടും ആക്കിയാണ് പോകുന്നത്. വീട്ടിൽ വരുമ്പോൾ എനിക്കൊന്നൊരു 35-40%, 40 മേലെ മിച്ചമുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ വേറെ കാര്യം വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പം ത്രൂ ഔട്ട് മഴയായിരുന്നു. ഏതാണ്ട് തൃശ്ശൂർ കഴിഞ്ഞ് ഞങ്ങളങ്ങ് അവിടെ എത്തുന്നത് വരെയും മഴയായിരുന്നു. തോരാത്ത മഴ, മഴയത്താണ് പോയത്. അപ്പോൾ അതിൻ്റേതായ ഒരു ചാർജ് പോകുന്ന കാര്യത്തിലാണെങ്കിലും അതുമൊക്കെ നമ്മുടെ ഇതിനെ ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഹൈവേയിൽ അത്യാവശ്യം 90-100 പോയിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒപ്റ്റിമം റേഞ്ചൊന്നും കിട്ടത്തൊന്നുമില്ല. നോർമൽ റേഞ്ച് കിട്ടാൻ ചാൻസ് ഉള്ളൂ. എനിക്ക് വന്നൊരു 350 അടുത്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇപ്പോൾ ഓൺ റോഡ് ഇത് എത്രയായിട്ടുണ്ട് പ്രൈസ്? ഓൺ റോഡ്
ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. എനിക്ക് തോന്നുന്നൊരു ഏത് വേരിയൻ്റ് വരുന്നത്? ഇത് ഫിയർലെസ് മിഡ് വേരിയൻ്റാണ്. എനിക്ക് തോന്നുന്നൊരു 1580 16 അങ്ങനെ കണ്ടു വരുന്നതാണ് എൻ്റെ ഓർമ്മ. അതിൽ വേറെ കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് EVTV എക്സ്ചേഞ്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫ്രഷ് ആയിട്ട് എടുക്കാൻ ചെല്ലുമ്പോൾ അതൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഓക്കെ. അപ്പം നിങ്ങൾ വണ്ടിയുടെ വിലയുടെ കാര്യമല്ലേ ചോദിച്ചത്. ഞാനത് എക്സ് ഷോറൂം പ്രൈസ് എൻ്റെ ഓർമ്മ ശരിയാണ് ഇത് 1499. കാരണം 15 എന്ന് പറയുന്ന ഒരു 15-ന് മേളിലും 15-ന് താഴെയും ടാക്സിൽ ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് തോന്നുന്നു 1499. എംപവേർഡിന് 1599 എന്നാണ് ഓർമ്മ. അങ്ങനെയാണെങ്കിൽ ഈ വണ്ടിക്ക് എനിക്ക് EVTV എക്സ്ചേഞ്ച് ഓഫർ പിന്നെ കൺസ്യൂമർ ഓഫർ എല്ലാം കൂടി ചേർത്ത് എനിക്ക് തോന്നുന്നു ഒരു 1580 അപ്രോക്സിമേറ്റ് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇപ്പോഴത്തെ ഉള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ 15-ന് മേലെ ഉള്ളതിന് 8% മറ്റുമായിരുന്നു ടാക്സ്. അതിപ്പം പുതിയ ബഡ്ജറ്റിൽ 5 ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് 48,000 രൂപയ്ക്ക് അടുത്ത് ഡിഫറൻസ് ഇപ്പം വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇനിയും എംപവേർഡ് എടുക്കുന്നത്, കാരണം 1 ലക്ഷം രൂപയുടെ വ്യത്യാസം രണ്ടും തമ്മിൽ ഉണ്ടായിരുന്നത്. അതിപ്പോൾ ആ ഡിഫറൻസ് ഇപ്പോൾ ഏതാണ്ട് 52,000 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ബെനിഫിറ്റ് എംപവേർഡ് ഇനിയും നെക്സോൺ എടുക്കുന്നവർക്ക് എംപവേർഡ് എടുക്കുന്നത് തന്നെയായിരിക്കും ബെറ്ററെന്ന് തോന്നുന്നു. ഫിയർലെസ്സിൽ നിന്നും നേരെ എംപവേർഡിലേക്ക് പോകാനുള്ള ആ ഒരു ഡിഫറൻസ് വളരെ ഗണ്യം. ഒരു 50,000 രൂപയുടെയൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതുപോലെ ഫീച്ചേഴ്സ് ആ വണ്ടിക്കുണ്ട്. ടിയാഗോ ഡ്രൈവിംഗ് കംഫർട്ടും ഇപ്പോൾ നെക്സോൺ 45 വെച്ച് എങ്ങനെയുണ്ട്? വ്യത്യാസം എന്തൊരു ഫീൽ ചെയ്യുന്നുണ്ട്? സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. നിങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവൂലോ എന്ന് പറയാം. അല്ല, അത് നമ്മൾ അത് സ്വാഭാവികമായി ഉണ്ടാവണമല്ലോ. ഓക്കെ, പറയൂ. അതിൻ്റെ അകത്ത് വ്യത്യാസം എന്നാന്ന് വെച്ചാൽ ഡ്രൈവിംഗ് കംഫർട്ടും ഫാർ ബെറ്റർ ആണല്ലോ. എന്നുവെച്ചാൽ ടിയാഗോ മോശമെന്നല്ല പറഞ്ഞത്, പക്ഷെ അതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. പിന്നെ റോഡ് ക്ലിയറൻസും കാര്യങ്ങളും കംഫർട്ട്, ഇതിൻ്റെ അകത്ത് കംഫർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല. ഇത്ര റേറ്റ് വ്യത്യാസം ഉള്ളത് കൊണ്ടും മാത്രമല്ല വണ്ടിയുടെ ഓൾ ഓവർ പെർഫോമൻസ് വളരെയധികം ബെറ്ററാണ്. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഹൈറ്റിൻ്റെ കാര്യമാണെങ്കിലും സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും മാത്രമല്ല ഇപ്പം വീൽ ബേസ് വലുതാണ് മറ്റേനെക്കാട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി ഒരു മോശം റോഡിൽ കൂടി പോയാലും അതിൻ്റേതൊരു കംഫർട്ട് നമുക്കുണ്ടാവും. ഇപ്പോൾ ടിയാഗോ പോകുന്ന ഇതുമായിട്ട് നോക്കുമ്പോൾ അങ്ങനെ തന്നെ വ്യത്യാസമുണ്ട്. മാത്രമല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ അത് മാത്രമല്ല നമുക്ക് ഈ ഫ്രണ്ട് നല്ല റോഡ് ക്ലിയറൻസ് നല്ല പക്കയായിട്ട് കിട്ടുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. മറ്റേ നമ്മൾ രൂഹത്തിൻ്റെ പുറത്തല്ല വണ്ടി ഓടിക്കുന്നത്. മാത്രമല്ല വണ്ടിയുടെ സ്റ്റെബിലിറ്റി അത്യാവശ്യം ഒരു 120-130 കയറിയെന്ന് പറഞ്ഞാൽ വണ്ടി അനങ്ങത്തില്ല. പിന്നെ എനിക്ക് ആകെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു ബ്ലാക്ക് സ്പോട്ടാണ് ശരിക്കും, ബ്ലൈൻഡ് സ്പോട്ടാണ് ശരിക്കും ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴല്ല അത് ഫീൽ ചെയ്യും. നമ്മളിപ്പോൾ വലത്തേക്ക് വണ്ടി ഒരു വളവ് വളയ്ക്കാമെന്ന് വിചാരിക്കുക, ശരിക്കും ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നമുക്ക് വിസിബിൾ ആവില്ല. 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന് ഇതിന് എ പില്ലർ എന്നോ മറ്റാണ് പറയുന്നത്, അതും അതുപോലെ തന്നെ ഈ നമ്മുടെ മിററും, ഇത് രണ്ടും കൂടി വരുമ്പോഴത്തേക്ക് നമുക്കൊന്നും കിട്ടാത്തൊരവസ്ഥ. നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ പുറകിൽ നിന്ന് വരുന്ന വണ്ടിയെ നമ്മുടെ കണ്ണിൽപ്പെടുത്തുള്ളൂ, ഓപ്പോസിറ്റ് വരുന്ന വണ്ടി കിട്ടത്തില്ല. വലത്തേക്ക് വളയുമ്പോഴത്തേക്ക് അത് ഇന്നലെ ശരിക്കും ഞാൻ ചുരം ഇറങ്ങിയപ്പോൾ എനിക്കത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. അപ്പം ചിലർ പറഞ്ഞു ഇത് കുറച്ച് നാൾ ഓടിച്ചിരിക്കുമ്പോൾ നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ആവും തോന്നും. നമ്മൾ ഓടിക്കുന്ന ടെറൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മീൻസ് സ്ട്രെയിറ്റ് റോഡാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന വളവും ഹൈ റേഞ്ച് പോകുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതലിൻ്റെ ബുദ്ധിമുട്ട്. ഹൈ റേഞ്ച് പോകുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. കുറച്ച് വലിപ്പം കൂടുതലുണ്ട്. അതിന് അതിൻ്റെതായ പോസിറ്റീവ് സൈഡും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില അപകടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ വണ്ടിയുടെ ഒരു ഉറപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഇത് തന്നെയാണ്. അത് ഒത്തിരി പേരെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ഇത് അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതൊരു വസ്തുതയാണ്. പില്ലറയിലാണ് അത് മെയിനായിട്ട് അതിൻ്റെ ഒരു കേജ് രൂപം കൊടുത്തേക്കുന്നതാണല്ലോ. അതിലാണ് ഇത് ഒരുപ്പെട്ട വെയിറ്റ് എല്ലാം താങ്ങുന്നത്. എന്ത് ആഘാതം വന്നാലും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് തന്നെയാണ്. ഇന്ന് എയർ ബാഗിൻ്റെ ഇത് വന്നുകൊണ്ടല്ലേ ഇത്രയും വലിപ്പം കൂടിയിട്ടുള്ളത് ആണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല അതിനെക്കുറിച്ച് കറക്റ്റ്. ഇപ്പം ബാറ്ററിയുടെ ചാർജിങ്ങിൻ്റെ ടൈമും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് നിങ്ങൾ പഴയ ടിയാഗോയും നെക്സോൺ 45 കൂടെ വരുമ്പോഴത്തേക്ക് എങ്ങനെ? അതിന് 2 തരത്തിലാണ് കാണേണ്ടത്. പഴയ ടിയാഗോ നമുക്ക് ഒരു 0 കൊണ്ടിട്ടെന്ന് പറഞ്ഞാലും വൈകിട്ട് ചാർജിങ് ഇട്ട് രാവിലെ എനിക്ക് എടുത്തുകൊണ്ട് പോകാമായിരുന്നു. ഇതങ്ങനെ പറ്റത്തില്ല. കാരണം ഇത് 45 കിലോവാട്ടിൻ്റെ ബാറ്ററി ബൈക്കാണ്. ഇതിൻ്റെ റിസീവിങ് കപ്പാസിറ്റി കൂടുതലാണ്. മറ്റേതിന് 17 കിലോവാട്ടാണെങ്കിൽ ഇതിന് 30 കിലോവാട്ടാണ്. പക്ഷേ അപ്പം ബാറ്ററി കപ്പാസിറ്റി അതിൻ്റെ ഡബിളായി. അപ്പോൾ അതിൻ്റേതായ ടൈം പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നൊരു 0 to 100 വീട്ടിൽ സ്ലോ ചാർജ് ചെയ്യണമെങ്കിൽ 22 മണിക്കൂറെങ്കിലും ആവറേജ് വേണ്ടി വരും. വെളിയിലാണെങ്കിൽ
എനിക്കൊന്നൊരു 1.25 അത്രയും സമയം എടുക്കും. 1.25 1.5 മണിക്കൂർ എടുക്കും. 0 to 100 ആണ് പറയുന്നത്. നമ്മളെപ്പോഴും 0 to 100 അല്ല ചെയ്യുന്നത്. നമ്മൾ തീർന്ന് നമ്മൾ ചെല്ലുന്നു, ഒരു 50% അല്ലെങ്കിൽ 60% 40% നമ്മളൊന്ന് ചാർജ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഇപ്പോൾ ഒരു ദിവസം നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റിയില്ല, പിറ്റേന്ന് 2 ദിവസം നമ്മൾ വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചു. നമുക്ക് ഓടിക്കാം, പ്രശ്നമില്ല. ടിയാഗോ ആണെങ്കിൽ ഡെയിലി ചാർജ് ചെയ്യണം. ഇതാകുമ്പോൾ ഇത്രയും റേഞ്ച് ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് 2 ദിവസം ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് കൊണ്ട് ചാർജ് ചെയ്യുമ്പം വല്ല 10% 20% ഉള്ളുവെങ്കിൽ പിറ്റേന്ന് വണ്ടി എടുക്കുക പ്രയാസമായിരിക്കും. എടുക്കുക പ്രയാസം എന്നല്ല ഞാൻ പറയുന്നത്, 100 ആക്കിയിട്ട് എടുക്കാനാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായി മാറും. ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പം ടിയാഗോ ആകുമ്പോഴത്തേക്ക് എന്താ, ഇപ്പോൾ ഒരു ദിവസം കറണ്ട് ഇല്ല, നമുക്ക് പിറ്റേന്ന് നമ്മുടെ കാര്യം പോക്കാം, നമ്മൾ വെളിയിൽ എവിടെയെങ്കിലും പോയി ചാർജ് ചെയ്യേണ്ടി വരും. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അത്യാവശ്യം റേഞ്ച് കൂടുതലാണ്, ബാറ്ററി പാക്കിങ് കൂടുതലായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ദിവസം കറണ്ട് ഇല്ലെങ്കിലും ഇതിൻ്റെ അത് ചാർജ് ഉണ്ടാവും, നമുക്ക് പിറ്റേന്ന് എടുത്തുകൊണ്ട് പോകാം. അതതിൻ്റെ ഒരു ബെനിഫിറ്റ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഇപ്പോൾ സാധാരണ ഇപ്പോൾ എറണാകുളം പോകണം, ഞാൻ പോയിട്ട് ടിയാഗോ പോയിട്ട് വരുമ്പോൾ ചാർജ് ഉണ്ടാവില്ല, നമ്മൾ നേരെ വണ്ടി ചാർജിങ്ങിന് ഇടണം. അല്ലെങ്കിൽ ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിക്കും, ഇപ്പം തൃശ്ശൂർ പോകണമെന്ന് വിചാരിക്കും. എനിക്ക് വേണമെങ്കിൽ സുഖമായിട്ട് ഇതല്ല 100% ചാർജ് വീട്ടിൽ നിന്ന് ചെയ്താൽ 1 രൂപ പോലും മുടക്കാതെ പോയിട്ട് വരാൻ പറ്റും. ടിയാഗോ ആണെങ്കിൽ ഇടയ്ക്കൊന്ന് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും, അപ്പോൾ ആ ചാർജിങ് സമയം പോകും. മാത്രമല്ല നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ 6 രൂപ 7 രൂപ, ഇപ്പോൾ സോളാറും കൂടെ ഉണ്ടെങ്കിൽ ഫ്രീ കുറച്ച് ചെയ്യാം. വെളിയിലാണെങ്കിൽ 17 രൂപ മുതൽ 28 രൂപ വരെ ഒരു യൂണിറ്റിന് ആവും. അപ്പോൾ അങ്ങനെ ഒരു സാമ്പത്തികമായ ലാഭമുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോഴും വേറൊരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതൊരു 10% വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടാൽ, ഇത് സ്ലോ ചാർജ് ചെയ്യാൻ ഒരു 20 മണിക്കൂർ 22 മണിക്കൂർ വേണ്ടി വരും. പിറ്റേന്ന് വണ്ടി എടുക്കുക പോസിബിളായ കാര്യമല്ല. ഇല്ലെങ്കിൽ പിന്നെ 7.2-ൻ്റെ AC ഫാസ്റ്റ് ചാർജർ വീട്ടിൽ ഒരെണ്ണം മേടിച്ച് വെക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ചാർജിങ് കോസ്റ്റ് ഒക്കെ എങ്ങനെ വരുന്നുണ്ടോ? ഞാൻ വീട്ടിൽ മറ്റേ സോളാർ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ കോസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാന്ന് വെച്ചാൽ, എനിക്ക് എടുത്ത സമയത്ത് ആവറേജ് 10,000 രൂപ 12,000 രൂപ ആയിരുന്നു ബില്ല് വന്നുകൊണ്ടിരുന്നത്. 5 കിലോവാട്ടാണ് വെച്ചിരുന്നത്. അന്ന് നമ്മൾ ആ തുടക്കത്തിലെന്ന് പറയുന്ന വീട്ടിൽ സിംഗിൾ ഫേസും കൂടെ ആയിരുന്നു. പക്ഷെ അന്ന് ഞാനൊരു മണ്ടത്തരം കാണിച്ച് അന്ന് കോസ്റ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടെങ്കിൽ 3 ഫേസ് വെച്ചാൽ മതിയായിരുന്നു. അപ്പം അന്ന് നമ്മൾ പടയെന്ന് ചെയ്യാമെന്നേ ഉള്ളായിരുന്നു. അങ്ങനെ സിംഗിൾ ഫേസിൽ 5 കിലോവാട്ടാണ് വെച്ചത്. ഇപ്പോൾ എനിക്ക് ഓട്ടം ഡേ ബൈ ഡേ കൂടി വരുന്നത് കൊണ്ട് ഈ നേരത്തെ എനിക്ക് ഫിക്സഡ് ചാർജേ വരുത്തുള്ളായിരുന്നു. 310 ആ ഒരു റേഞ്ചിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ചില മാസങ്ങൾ 2,000 4,000 വരെ വന്ന മാസങ്ങളുണ്ട്. ഇപ്പോൾ ഇനി ഞാനത് എൻഹാൻസ് ചെയ്യാൻ നോക്കുവാണ്. എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ വെച്ചത്. കാരണം വെച്ചാൽ നമ്മുടെ ചെറിയൊരു ബിസിനസ് ഉണ്ട് സോളാറിൻ്റെ, അതുകൊണ്ട് ഞാൻ തന്നെ വീട്ടിൽ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിനി അത് കൂട്ടുക എന്നുള്ളത് വലിയൊരു, ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് സിംഗിൾ ഫേസ് 5 കിലോവാട്ട് ഇൻവെർട്ടറാണ്. അത് മാറ്റണം, അതൊരു വലിയ നഷ്ടമാണ്. എങ്കിൽ തന്നെയും അങ്ങനെ മാറ്റിയെങ്കിൽ കൂടി ഇപ്പോൾ എനിക്ക് 2,000 രൂപ ഒക്കെ മാസം എക്സ്ട്രാ 4 വരെ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ മാറ്റിയാലും എനിക്കതൊരു വർഷം കൊണ്ട് ആ നഷ്ടം നികത്താൻ പറ്റും. എന്തോ ഒന്നുമില്ല. അതെ, അതിനടുത്ത് എന്തോ ഇവിടെ നിർത്തണോ ഒന്ന്. വർക്ക് റിലേറ്റഡ് ചെയ്തിട്ടാണോ ഇപ്പം ഏറ്റവും കൂടുതൽ വണ്ടി ഓട്ടോ ഉള്ളത്? ഞാൻ വർക്കുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ഓട്ടോ ഉള്ളൂ. ഇതിപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം പീക്ക് ടൈമും കൂടെ ആയതുകൊണ്ട് മറ്റൊരു ആവശ്യത്തിന് ഞാൻ പോകാൻ നേരം കിട്ടാറില്ല. ഈവൻ സൺഡേ പോലും ആണെങ്കിലും വർക്കിൻ്റെ ഏറ്റവും കൂടുതൽ നമുക്ക് തിരക്കുകളുള്ളത് ഞായറാഴ്ചകളിലാണ്. ഇപ്പോൾ ഏറ്റവും ലോങ് എവിടം വരെ പോയിട്ടുണ്ടോ? ലോങ് പോയിട്ടെന്ന് പറഞ്ഞാൽ, ഞാനിപ്പം ഈ വണ്ടി എടുത്തിട്ടിപ്പം കറക്റ്റ് 4 മാസമായി. 19-ാം തീയതി ആയപ്പോൾ 4 മാസമായി. അപ്പം അതിനിടയ്ക്ക് ഞാൻ ലോങ് പോയെന്ന് പറഞ്ഞാൽ 2 തവണ മാഹി പോയി. അതെല്ലാം ബിസിനസ് ആവശ്യത്തിന് പോയതാണ്. പിന്നെ ഞാൻ അമ്മയുടെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രാവശ്യം ഒന്ന് കമ്പം പോയായിരുന്നു, അതേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും അനാവശ്യമായ ഓട്ടങ്ങളൊന്നും ഓടിയിട്ടില്ല വണ്ടി. അപ്പോൾ ഇവിടുന്ന് മങ്കൊമ്പിൽ നിന്നും മാഹിയിലും പോയി വർക്ക് ചെയ്യുന്നുണ്ട്? അത് നമ്മുടെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു വർക്ക് ആയതുകൊണ്ട്, അത് ഹെവി പ്രൊജക്റ്റ് ആയതുകൊണ്ട് മാത്രം പോയത്. അല്ലാതെ നമുക്ക് ദൂരെ പോയൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് ഭാവിയിൽ സർവീസ് കൊടുക്കണ്ടേ, വർക്ക് മാത്രം ചെയ്താൽ പോരല്ലോ. അല്ലാതെ നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമുക്കിപ്പം നമ്മുടെ ഒരു അടുത്തുള്ളൊരു, ഞാനിപ്പോൾ നമ്മുടെ അടുത്ത് അങ്ങേയറ്റം പോയാലൊരു 60 കിലോമീറ്റർ അപ്പുറം വരെ, അതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, ഇതും തന്നെയാണ് എൻ്റെ വീട്ടിലെ സോളാർ ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പം അതിൻ്റെ ഫോൺ നമ്പറും കോൺടാക്ട് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്കാം. ഓക്കെ, അപ്പം
കിടക്കണത്.